Good morning. Good morning, Good ma'am. morning, miss. Good morning, ma'am. Good morning, ma'am. Okay. Prayer ആരാണ്? Prayer ആരാണ്? മാം ഞാൻ പറഞ്ഞോട്ടെ. Okay, madam. Oh God, we are very thankful for this beautiful life with lots of love, care, happiness, and good relations. We are blessed with loving family and caring relatives. I wish all your blessings for lifelong. Thank you, God. Sign in. ഞാൻ പറയാം, ma'am. Okay, go ahead. First of all, a warm good morning to all. First of all, I welcome our dearest facilitator, Abarna ma'am, to the class. Then I welcoming our technical teams to the class. Then finally, I welcome my dear all friends to the class. Thank you. Signing in, it's me, Gauri Nandana. Okay, madam. Thought of the day? Ma'am, ഞാൻ പറയാം. Okay, madam. The human body is only an instrument for service, never for addition. Mahatma Gandhi. Thank you. Okay. നമ്മളിപ്പോ സ്ട്രെങ്ത് വളരെ കുറഞ്ഞു വരാൻ തോന്നുന്നു. നിങ്ങൾക്കും തോന്നിയ എന്തോ മാം? സ്ട്രെങ്ത് നമ്മള് കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ ഒരു 40 ഒക്കെ അടുപ്പിച്ചുണ്ടാവാറില്ലേ? അതാ മാം ഞാൻ പറഞ്ഞ ചില പിള്ളേര് ട്രെയിനിങ്ങിന് കയറിയിട്ടുണ്ട്.
ചില പിള്ളേര് വർക്കിന് പോയിട്ട് പിന്നെ റെക്കോർഡ് ക്ലാസ് കാണുവാണ് ചിലവര്. ഇതൊക്കെയാണ്. അപ്പൊ ഈ ടൈം കിട്ടണ അനുസരിച്ച് ഓരോരുത്തർ വന്ന് കയറണ്ടേ. പിന്നെ കുറച്ച് പേര്, ഒരു 10 പേരൊക്കെയാണ് എന്നും ഡെയിലി കാണാൻ പറ്റുന്നവരുള്ളൂ. അല്ലാത്തവര് മറ്റേ റെക്കോർഡ് ക്ലാസ് കാണലുണ്ട്, നമ്മളോട് ഗ്രൂപ്പിൽ വന്ന അഭിപ്രായങ്ങൾ ചോദിക്കലുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യലുണ്ട്. ഓക്കെ, അതൊക്കെ കാണുന്നുണ്ടല്ലോ. എക്സാം അടുത്തോണ്ടിരിക്കുകയാണ്, പോർഷൻസ് ഏകദേശം കംപ്ലീറ്റ് ആവാറായല്ലോ. അപ്പൊ എക്സാം എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരോടും ക്ലാസ്സുകൾ, പഴയ റെക്കോർഡ് ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളും റിവൈസ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് എല്ലാവരോടും. ഫ്രണ്ട്സിനോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇമ്പോർട്ടന്റ് ആണ്. മോക്ക് ടെസ്റ്റ് നന്നായിട്ട് നോക്കുക. പിന്നെ നന്നായിട്ട് ചാപ്റ്റർ നന്നായിട്ട് വായിക്കാൻ. നമ്മുടെ ലെക്ചർ നോട്ട്സ്, ടീച്ചേഴ്സ് എടുത്തിട്ടുള്ള ലെക്ചർ നോട്ട്സ് ഉണ്ടാവല്ലോ. ഓരോ ചാപ്റ്റർ വായിക്കുമ്പോൾ ആ ടീച്ചർ എടുത്ത ലെക്ചർ നോട്ട്സ് എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. അപ്പൊ ആ നോട്ട്സ് വെച്ചിട്ട് പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. നന്നായിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്നു, റിവൈസ് ചെയ്തുകൊണ്ടിരുന്നു. കാരണം എക്സാം എടുക്കാണ്, നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യേണ്ടതാണ്. സോ നിങ്ങള് ഇനി ഇത്രയും നാൾ നമ്മൾ ക്ലാസ് കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, ഓക്കെ. ഇനിയാണ് നമ്മൾ ആ ഒരു എക്സാമിന്റെ രീതിയിലേക്ക് വരുന്നത്. ഓൺലൈൻ എക്സാം ആണ്. സോ നിങ്ങൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ചെയ്താൽ പോലും ക്യാമറ ഒക്കെ ഓൺ ചെയ്യണം. എല്ലാവരും ക്യാമറ ഓൺ ചെയ്യണം. റേഞ്ചിന്റെ ഒക്കെ പ്രശ്നം, റേഞ്ച് ഒക്കെ ഉള്ള സ്ഥലത്ത് പോയിരിക്കണം. ക്യാമറ ഓഫ് ആയാൽ പോലും ഇവിടെ നിന്ന് നമ്മള് ക്വസ്റ്റ്യൻസ് ആളെ വിളിച്ച് പറയും, പേഴ്സണൽ ആയിട്ട് വിളിക്കും. അപ്പൊ അത് അങ്ങനെ ഒരു ഇൻസിഡന്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ക്ലാസ് അറ്റൻഡ് ചെയ്യാം, എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്? നമ്മൾ ഇത്രയും അടുത്ത ക്ലാസ്സിൽ വരുമ്പോ സൈനിങ് ഔട്ടും കാണിച്ചു തരാന്ന് പറഞ്ഞായിരുന്നു. ഞാൻ മറന്നുപോയടാ, പറഞ്ഞോ. കൃഷ്ണേന്ദു ആണോ? കൃഷ്ണേന്ദു ആണോ? എന്തിയടാ? എത്രാമത്തെ പേജാ? ഓക്കെ, പേജ് എടുത്തു തുടങ്ങിയിട്ടില്ലാടാ. മുൻ കുറെ നാളായാലും കേറാറുണ്ടായിരുന്നില്ലേ? അതാ, എനിക്ക് വയ്യായിരുന്നു. ഇന്നലെ ഞാൻ എന്റെ അമ്മ വീട്ടിലായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ബാക്കി ക്ലാസ് റെക്കോർഡ് ക്ലാസ് കാണുന്ന എങ്ങനെയാണെന്ന് നോക്കിയിട്ട് കാണാം കേട്ടോ. ഓക്കെ. പിന്നെ നമ്മൾ എടുത്ത പോർഷൻസ് ഒക്കെ റിവൈസ് ചെയ്യുക. ഇനി ഏതെങ്കിലും ചാപ്റ്ററിൽ ഞാൻ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? ആ മാം, നോർമലൈസേഷനും സൊസൈറ്റി ഓഫ് കൊഹേഷനും അതിന് ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായി. അത് കൂടാണ്ട് കളറിംഗ് പേപ്പേഴ്സ് ഞങ്ങളോട് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായി. ഓക്കെ, കളറിംഗ് ബോക്സ് അല്ലേ? യെസ് മാം. കളറിംഗ് ബോക്സ് മെസ്സേജ് അയക്കാം. ഓരോരുത്തർ ചെയ്തവരും ഓരോരുത്തർ മെസ്സേജ് അയക്കാം. നമുക്ക് ഓരോരുത്തരും പിൻ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. മെസ്സേജ് അയക്കോ? ആരൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്? എല്ലാരും പ്രിപ്പയർ ചെയ്തോ? ഓക്കെ, ഷഹദൂന അതിൽ കാണിച്ചോ? ബോക്സിലല്ല പ്രിപ്പയർ ചെയ്ത്, ഷഹദൂന സൈഡില് ബോർഡർ വെക്കണം. പിന്നെന്താണ്, ഞാനത് കാണിച്ചു തരാം. കളറിംഗ് ബോക്സ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ? ബോക്സ് ഉണ്ട്. ഓക്കെ, ബോക്സ്. ഓക്കെ ഓക്കേടാ. നെക്സ്റ്റ് ആരാണ്? അടുത്ത കടയിൽ ഇത്രയും കളേഴ്സ് ഉണ്ടായുള്ളൂ. അപ്പൊ കുറച്ച് കഴിഞ്ഞ് ദൂരെ പോണം. അവിടെ പോയി കളേഴ്സ് വാങ്ങിച്ചിട്ട് ബാക്കി കൂടി ഞാൻ ചെയ്യാം. ഓക്കേടാ. ജീന, ജീന. യെസ് മാം. ബോക്സിൽ വെച്ചിട്ട് കാണിച്ചു തരോ? ബോക്സ് ചെയ്യുന്നേ ഉള്ളൂ മാം. ഞാൻ കുറച്ച് ദിവസമായിട്ട് വയ്യാത്തത് കൊണ്ടും പിന്നെ ഓഫീസിൽ കുറച്ച് വർക്കൊക്കെ പെൻഡിങ് ഉണ്ടായതുകൊണ്ട് ഇത്രയും സമയം കിട്ടിയുള്ളൂ എനിക്ക് ചെയ്യാനായിട്ട്. ബോക്സ് അപ്പോൾ ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. കളേഴ്സ് ഒക്കെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ചെയ്യാനുണ്ട്. ബോർഡർ കൊടുക്കാൻ നല്ലതായിരിക്കും. സൈഡിലും പൈപ്പിംഗ് പോലെ ബോർഡർ ഇല്ലേടാ, കാർഡ്ബോർഡിന്റെ മതി. ബോർഡർ കൊടുക്കുന്നത് നല്ലതായിരിക്കും. വേറൊരു കളർ സെറ്റ് ചെയ്തിട്ട് അതിനൊരു ബോർഡർ കൊടുക്കുക അല്ലേ മാം? ആ ബോർഡർ പോലെ വേറെ കളറല്ല, ചിലപ്പോ വൈറ്റോ
അല്ലെങ്കിൽ കാർഡ്ബോർഡ് മരത്തിന്റെ ഒരു ബോർഡർ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ മാം, ശരി. ഓക്കെ റജീന. നെക്സ്റ്റ് ആരാണ്? പ്രിയ ട്ടാ. കാണാവോ? അൺമിൻറ്റഡാ? ഓക്കെ ഓക്കെ, കാണാട്ടോ. ഞാൻ ബോർഡർ കൊടുത്തിട്ടില്ല. മറ്റേ എന്താ കാർഡ്ബോർഡെ കൊടുത്തപ്പോഴത്തേക്കൊരു ഭംഗി തോന്നിയില്ല. അതുകൊണ്ട് ഇങ്ങനെ ബോർഡർ ഇല്ലാതാണ് ചെയ്തേക്കുന്നത്. കുഴപ്പമില്ല. ഓക്കെ ഓക്കേടാ. സാധനം ഉണ്ടോ ഒരു ബോക്സ്? ബോക്സ് ഉണ്ട്, ബോക്സ്. ഓക്കേടാ. ഓക്കെ ഓക്കെ, നന്നാണ്. ഗൗരി നന്ദന. യെസ് മിസ്, ഞാനും ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാണാമോ മാം? കാണാടാ. ഓക്കേടാ. ജിൻസൺ, അയ്യോ എന്താ പറയണ പോലെ? ജോൺസി. ജോൺസൺ. കാണാൻ പറ്റില്ലാടാ, ഞങ്ങൾ ഫ്രണ്ട് ക്യാം ആയിരുന്നോണ്ട്. ഓക്കെ. മുകളിൽ ക്യാമറ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്യാമറ ഓൺ ചെയ്തിട്ട് മുകളിൽ റൊട്ടേഷൻ കൊടുക്കുക. ഓക്കെ ഓക്കേടാ. നമ്പേഴ്സ് കുറവാന്ന് തോന്നുന്നു. ആഡ് ചെയ്യണം കേട്ടോ. അതിന് പുതിയ പുതിയ കളർ കിട്ടുമ്പോ അതൊക്കെ ആഡ് ചെയ്യണേ. ഓരോ ഷെയ്ഡ് അനുസരിച്ച് ആഡ് ചെയ്യണം കേട്ടോ. നല്ലതാണ്. കളർ കുറവാണ്. ഇതിനൊരു കാർഡ്ബോർഡ് പെട്ടിയാണ് ഇപ്പൊ സെറ്റ് ആക്കിയിട്ടുള്ളത്. കളർ വൈറ്റ്, ബ്ലാക്ക് സെറ്റ് ചെയ്യാണ്ട്, റോസ് അങ്ങനത്തെ ഒക്കെ. മാക്സിമം കളർ കിട്ടുന്നതനുസരിച്ച് ആഡ് ചെയ്തോ കേട്ടോ. ദീപ പ്രസന്റ് ചെയ്തോ. മ്യൂട്ടാടാ. ദീപ മ്യൂട്ടാണ്. ദീപ മ്യൂട്ടാണ്. പറയണൊന്നും കേട്ടുവിടാ. മ്യൂട്ടാണ്. മാം, ഞാൻ കുറച്ച് കളർ കൂടി കിട്ടാനുണ്ട്. കിട്ടിയില്ല, അപ്പൊ ഞാൻ കുറച്ച് ചെയ്തിട്ടുള്ളൂ. ഈ ബോക്സ് 2 ബോക്സ് ഫുൾ ആക്കാനുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ. അപ്പൊ ഓക്കേടാ. മാക്സിമം കിട്ടുന്ന കളറുകളൊക്കെ ആഡ് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. വേറെ ആരും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്റെ കംപ്ലീറ്റ് ആയിട്ടില്ല മാം. ഞാനത് തുണി വെച്ചിട്ട് ചെയ്തത്. അപ്പൊ കുറച്ച് തുണികൾ കിട്ടി, 2-4 കളർ കിട്ടിയുള്ളൂ. പിന്നെ എനിക്ക് മറ്റേ പേപ്പർ തന്നെ മേടിക്കാന്ന്. കാണിച്ചോ എന്നാ? ഒരു മിനിറ്റ്, ഞാൻ എടുത്തിട്ടില്ല. 2 മിനിറ്റ് കാണിച്ചത്. ഓക്കെ. കളറിംഗ് ബോക്സ് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രസന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. പിങ്ക് കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? അത് കാണിക്കാം കേട്ടോ. ആരാ പിങ്ക് കവർ കഴിഞ്ഞത്?
ഞാൻ ചെയ്തിട്ടുണ്ട് മാം. കാണിച്ചോട് കാണാൻ പറ്റുണ്ടോ? ക്യാമറ ഇപ്പൊ കാണാൻ പറ്റുണ്ടോ? ഓക്കെ കാണാം. ഓക്കെ, അപ്പോ നമ്മള് അടുത്ത ആക്ടിവിറ്റി എന്തായിരുന്നത്? നമ്മൾ ചാപ്റ്റർ വൈസ് ആയിരുന്നു. നോർമലൈസേഷൻ ഡീവിയേഷനെ കുറിച്ചിട്ട് പ്രിപ്പയർ ചെയ്തോ? നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നോർമലൈസേഷൻ ദീപ ഓക്കെ, ആരൊക്കെയാണ് പ്രിപ്പയർ എന്താണ്? കളറിംഗ് ബോക്സ് അടുത്ത ആഴ്ചത്തേക്ക് ചെയ്യാം. എനിക്ക് ഇവിടെ കളർ പേപ്പർ കിട്ടാനില്ല. അപ്പൊ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തേക്കോ പാക്ക്. ഓക്കെ, അത് അടുത്ത ആഴ്ചത്തേക്ക് പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സിസ്റ്റർ ഇവിടെ അടുത്ത് കളർ പേപ്പർ കിട്ടൂല, ടൗൺ ഏരിയയിലേക്ക് പോകണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തേക്കുക പേപ്പർ. ഓക്കേടാ. അന്ന ക്ലോത്ത് ആണത്? ക്ലോത്ത് ആണത്. അത് മടക്കി വെച്ചിരിക്കുക കാർഡ്ബോർഡ്. കുറച്ചേ കിട്ടിയുള്ളൂ. പിന്നെ പേപ്പറിൽ വെച്ച് ചെയ്യണം ബാക്കി. എടാ, ക്ലോത്ത് വെച്ച് പോലെ ചെയ്യാൻ ഐഡിയ ഉണ്ടെങ്കിൽ ക്ലോത്ത് വെച്ച് തന്നെ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതെ, അപ്പൊ നോക്കിയോട്ടെ. കുറച്ചും കൂടി ഉണ്ട്, 1-2 കളർ കൂടി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അത് ചെയ്തിട്ടില്ല ശരിക്കും. എന്നാ അത് അങ്ങനെ മതി. ക്ലോത്ത് വെച്ച് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ശരിക്കും കളറിംഗ് ബോക്സ് ക്ലോത്ത് വെച്ചിട്ടാണ്. ഒന്നുകൂടി കാണിക്കാൻ പറയോ മാം? അടുത്ത് അന്ന ഒന്ന് കാണിച്ചു കൊടുത്തേടാ. അതിന് ബോർഡറിലൊക്കെ നമ്മൾ സാധാരണയായിട്ട് കാർഡ്ബോർഡോ അല്ലെങ്കിൽ നല്ല അത്യാവശ്യം കട്ടിയുള്ളത് എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാനും കാർഡ്ബോർഡിന്റെ അങ്ങനെ ഒരു ബോർഡർ പോലെ വെട്ടി കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പൊ. ആ ഒരു ഡിസൈനില് പശ വെച്ച് ചെയ്യുവാണോ അത് തുന്നാണോ ചെയ്തത്? ഞാന് ഇപ്പൊ നടുവിലൊന്ന് തുന്നി കൊടുക്കുക ചെയ്തിരിക്കണേ. സ്റ്റെപ്പ് ഇതായിട്ട് ജസ്റ്റ് ഒരു തുന്നല് മാത്രമായിട്ട് വെച്ച് ചേർക്കണം. ഇനി പശ വെച്ച് ഒട്ടോന്ന് അറിയില്ല, നോക്കി നോക്കണം. ഓക്കെ, ഇതാണ് ശരിക്കും നമ്മുടെ കളറിംഗ് ബോക്സ് ക്ലോത്ത് ആണ്. അത് നിങ്ങള് ഇങ്ങനെയാണോ നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച്. ഇപ്പൊ അന്ന ചെയ്തുകൊണ്ട് കുറച്ച് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് ക്ലോത്ത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാട്ടോ. ടൈലറിങ് കടയിൽ പോയി കഴിഞ്ഞാൽ തുണി കിട്ടും തോന്നുന്നു. അവിടെ പോയി നോക്കി നോക്കണം. നോക്കിട്ട് കളറ് ചോദിച്ചിട്ട് കട്ട് പീസായാലും നമുക്ക് മതി. നമുക്ക് കട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് എടുത്താല് നല്ലതായിരിക്കും. ഓക്കെ, എന്റെ ട്രെയിനിങ് മിനിയാന്ന് കഴിഞ്ഞു. അപ്പൊ അവിടുത്തെ വാർഷികമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് എനിക്ക് ചെറിയൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. കുട്ടികളെ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചിരുന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു ബാഗ് അവിടുത്തെ ടീച്ചേഴ്സ് തന്നതാ. അതുപോലെ ഒരു സെറ്റ് ഇത് ഗ്ലാസ് അങ്ങനെ 6 അതുപോലെ ഇതും കിട്ടിയിട്ടുണ്ട്. സ്വീറ്റ്സ് കിട്ടിയിട്ടുണ്ട്, ഒരു പെട്ടി. കഴിഞ്ഞ ആഴ്ച ട്രെയിനിങ് കഴിഞ്ഞവർക്ക് ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവരെ കൂടെ ആക്റ്റീവായിട്ട് നിന്നിട്ട് ടീച്ചേഴ്സ് തന്നതാ അവിടുത്തെ. ഇനി വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാനാണ്, അതിനൊന്നും നിന്നിട്ടില്ല. കുഴപ്പമില്ല, നമ്മളെ ടൈം പോലെ ഫോളോ ചെയ്ത് വന്നാൽ മതി. ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കാൻ എന്തൊക്കെ വർക്ക് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് അവിടുന്ന് പോകുന്നപ്പോ ഭയങ്കര സങ്കടം. ടീച്ചേഴ്സും പറഞ്ഞ്, എന്നിട്ട് എന്നോട് അവിടെ ബയോഡാറ്റ ഒക്കെ കൊടുത്തിടാനൊക്കെ പറഞ്ഞ്. ടീച്ചേഴ്സിന്റെ വേക്കൻസി വരുമ്പോ എന്തായാലും ഇന്റർവ്യൂ ഉണ്ടാവും, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാൻ പിങ്ക് ടവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടില്ല, 2-3 ബോക്സുകളും കവർ ചെയ്യാണ്ട്. കാണിച്ചോടാ. ഓക്കെ, ബട്ടറിംഗ് ഫ്രെയിം ആണത്. ടവർ മോളിന്റെ ടോപ്പ് ബോക്സ് പ്രിപ്പയർ ചെയ്തിട്ടില്ല അല്ലെ? ഓക്കെ, ബട്ടറിംഗ് ഫ്രെയിം കാണിച്ചാണോ? ഓക്കെ, കളറിംഗ് ബോക്സ്, ഷൂ ലേസ്. ഓക്കെ, കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നു. നല്ലതാണ് കേടാ.
ഓക്കെ. ഇനിയിപ്പോ വെക്കേഷൻ വരാൻ തോന്നുന്നുണ്ടല്ലേ? ഈ 2 മാസം, ഇനി വരുന്ന മാർച്ച്, ഏപ്രിൽ, മെയ്. എന്തായാലും നമുക്ക് ട്രെയിനിങ് ഉണ്ടാവില്ല എന്നറിയാം അല്ലെ? അപ്പൊ മാക്സിമം ഈ 2 മാസം, ഇനിയിപ്പോ അടുത്ത നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് മാസം തന്നെ ചിലപ്പോൾ എക്സാം ഒക്കെ ഉണ്ടാവും. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഒക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി അടുത്ത അക്കാഡമിക് ഇയറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്യുക, റെക്കോർഡുകൾ കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. ഞാൻ ജസ്റ്റ് കുറച്ച് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം. പോർഷൻ തീർന്നോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ട് 1 പാർട്ട് 2 തീർന്നു. ഞാൻ പിൻ കവർ ചെയ്തിട്ടുണ്ടോന്ന് കാണിച്ചേ. ഓക്കേടാ. ക്യാമറ ഓൺ ചെയ്തിട്ട് റൊട്ടേറ്റ് കൊടുക്കും. മുകളില് ടോപ്പില് മുകളിൽ ഇങ്ങനെ ഒരു ആരോ താഴത്തേക്കും കൂടി അതിനില്ലേ? തിരിച്ചു കാണിച്ചോ? ക്യാമറ തിരിച്ചു കാണിച്ചോ? ഓക്കെ. പിങ്ക് ടവറിന് കളർ മാറിയിട്ടുണ്ടോ? എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കണേ? ഓക്കേടാ. മോൻ എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കണേ? മ്യൂട്ടാണ്, മ്യൂട്ട് ഓൺ ആക്കുക. ഫോണെ ഹാങ് ആണ്, ഫോൺ കംപ്ലൈന്റ് ആണ്, ഒന്നും റെഡി ആവുന്നില്ല. ഞാൻ എന്റെ ഫ്ലൈവുഡ് ഇല്ലേ മിസ്, നമ്മുടെ മരത്തിന്റെ അതെ കിച്ചണിലൊക്കെ ഇത് എടുക്കല്ലേ, ഷീറ്റ് കബോർഡിനൊക്കെ എടുക്കുന്ന ഷീറ്റ് ഇല്ലേ? ആ ഷീറ്റ് കൊണ്ട് ഒട്ടിച്ചിട്ട് അതിന്റെ പുറത്ത് മൈക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ഒട്ടിച്ചേക്കണേന്ന്. ആണല്ലേ? ഈ കളറും കൂടി ചെയ്താൽ മതി അല്ലെ? നമുക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോകുമ്പോഴൊന്നും പെട്ടെന്ന് ചീത്തയാവൊന്നുമില്ല അല്ലെ? ചീത്തയാകത്തില്ല, നല്ലപോലെ ഇരിക്കും. ഞാൻ അനിയന്റെ മോനെ കൊണ്ട് ചെയ്യിച്ചൊക്കെ നോക്കിയായിരുന്നു. നമുക്കൊരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞൂടെ, പിങ്ക് ടവർ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് കുഞ്ഞു കുട്ടികളാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഒരു ഡെമോ പോലെ കാണിച്ചു തരാം എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല അല്ലെ? എന്റെ കുട്ടി ഇത്തിരി കൂടി വലുതാണ്, ഒരു 4.5 വയസ്സ് കഴിഞ്ഞതാ. അനിയന്റേത് ഒരു 3 വയസ്സേ ഉള്ളു. അപ്പൊ ഞാൻ അവർ രണ്ടുപേരെ കൊണ്ടും ചെയ്യിച്ചായിരുന്നു. അനിയന്റെ കുട്ടി അത് കറക്റ്റ് ആയിട്ട് ചെയ്തു. 3 വയസ്സേ ഉള്ളത് അത് കറക്റ്റ് ആയിട്ട് എല്ലാം ചെയ്ത് കാണിച്ചായിരുന്നു. ആണല്ലേ? അതൊന്നും ഒരു പ്രാവശ്യം വീഡിയോ എടുത്തിട്ട് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ മാം. ഓക്കെ. കാരണം കുട്ടികളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അവരുടെ എന്താ പറയാ ആർക്കിടെക്ചർ സ്കില്ലൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നു. ഓക്കേടാ. അത് കളറും കൂടി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി പിങ്ക് ആവുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി എന്താ പറയാ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ കളറിനോട് കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി ഭയങ്കര താല്പര്യമല്ലേ കുഞ്ഞു കുട്ടികൾക്ക്? അവൻ ഇത് വെച്ച് കൗണ്ട് ചെയ്യുകയും ചെയ്ത്, കറക്റ്റ് ആയിട്ട് അവൻ കൗണ്ട് ചെയ്യുകയും ചെയ്ത്. ഇത് തന്നെ വെച്ച് അവൻ ഞാൻ ഇങ്ങനെ താഴത്ത് നിരത്തിയിട്ട് കൊടുത്തിട്ട് വലുതോട്ട് ചെറുത് വരെ അങ്ങനെ വലുതും ചെറുതും തൊട്ട് കാണിച്ച് പിന്നെ കൗണ്ടും ചെയ്ത് ഇംഗ്ലീഷിലും മലയാളത്തിലും 1 തൊട്ട് 10 വരെ. ഓക്കെ. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മൾ പിങ്ക് ടവർ യൂസ് ചെയ്യുന്നത് മൂലം. കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഷേപ്പ് മനസ്സിലാക്കുന്നുണ്ട്, സൈസ് അനുസരിച്ച് അവർക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അസെൻഡിങ് ഓർഡർ ആൻഡ് ഡിസെൻഡിങ് ഓർഡർ ചെറുപ്പത്തിലെ പഠിക്കുകയാണ്. നമ്മൾ ഈ ഒരു ചെറിയൊരു മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കും, പക്ഷെ ഇതിൽ നിന്ന് ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കുട്ടികൾ വേറെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യും, അത് അവരുടെ രീതിയിൽ അവരത് കൺവേർട്ട് ചെയ്ത് മൾട്ടിപ്പിൾ യൂസ് ചെയ്യും. നമ്മൾ എന്തിനാണ് ഉദ്ദേശിക്കുന്നത് അത് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ വാശിയും പിടിക്കാൻ പാടില്ല. കുട്ടികൾക്ക് എന്താണ് ഇഷ്ടം ആ രീതിയിൽ നമ്മൾ അവിടെ വിടാം. ഓക്കെ, നല്ലതായിരുന്നു കേട്ടാടാ. ഓക്കെ, ആ പിങ്ക് കളറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് ആണ്. അപ്പോ നമ്മൾ ചാപ്റ്റർ മൊഡ്യൂൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 4 കംപ്ലീറ്റ് അല്ലേ? അത്രയും കംപ്ലീറ്റ് ആണ്. പാർട്ട് 3 ഏത് ചാപ്റ്റർ എടുക്കാനുള്ളത് ഇനി? മിസ് 9ഉം 10ഉം. 9ഉം 10ഉം മാത്രമേ എടുക്കാനുള്ളൂ. ടെൻഡൻസീസ് ഓഫ് മാനും മോണ്ടിസോറി ടേംസും. ഈ 7th ചാപ്റ്റർ കഴിഞ്ഞോ? മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് കഴിഞ്ഞോ? ഇല്ല. അത് എടുത്തോണ്ടിരിക്കുകയാണ്. ജിഷാമ എടുത്തോണ്ടിരിക്കാം.
ഓക്കേടാ, ഞാൻ ജസ്റ്റിസിനോട് ചോദിച്ചോളാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സ് 3 ഉണ്ടായിരുന്നു ഈ പാർട്ട് 3 അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോരുത്തർ പറഞ്ഞു തരും എന്നാണ് പറഞ്ഞത്. സോ ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ എന്തിലിടാൻ പോവാണ്, ക്ലാസ് റൂമിൽ ഇടാൻ പോവാണ്. സോ നോക്കി, ഓക്കെ, നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആണ് തോന്നുന്നത്. നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ഇതാരൊക്കെയാ പ്രിപ്പയർ ചെയ്തിരിക്കണേ? മാം ഞാൻ ഓക്കെ, മെസ്സേജ് അയക്കാം. സീന പ്രസന്റ് ചെയ്തു ആദ്യം. ഓക്കെ മാം. നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ. നോർമലൈസേഷൻ എന്ന് പറയുന്നത് ഡോക്ടർ മറിയ മോണ്ടിസോറി പറയുന്നത് നമ്മുടെ ക്ലാസ് റൂമിലെത്തുന്ന, നമ്മുടെ മുന്നിലെത്തുന്ന കുട്ടികളെ, എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണണമെന്നാണ് പറയുന്നത്. അതിൽ നോർമലൈസ് ആയിട്ടുള്ള കുട്ടികളും ഉണ്ടാകും, ഡീവിയേഷൻ ഉള്ള കുട്ടികളും ഉണ്ടാകും. 2 തരത്തിലുള്ള കുട്ടികളും ക്ലാസ് മുറിയിൽ ഉണ്ടാകും. അപ്പൊ നമ്മൾ എല്ലാ കുട്ടികളെയും നോർമൽ ചൈൽഡായിട്ട് വേണം കണക്കാക്കാൻ എന്നാണ് ഡോക്ടർ മറിയ മോണ്ടിസോറി പറയുന്നത്. ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു കുട്ടി, ആ കുട്ടിയാണ് നമ്മൾ നോർമൽ ചൈൽഡ് എന്ന് പറയുക. ഒരു ആക്ടിവിറ്റിയിൽ മാത്രം ശ്രദ്ധിച്ച് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് പല പ്രാവശ്യം ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് സക്സസ്ഫുള്ളിൽ എത്തുന്ന കുട്ടികളെയാണ് നമ്മൾ നോർമൽ ചൈൽഡ് എന്ന് പറയുന്നത്. പിന്നെ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഒരു സമയം തന്നെ ചില കുട്ടികൾക്ക് ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധിച്ച് ആ കാര്യം കംപ്ലീറ്റ് ചെയ്യാനുള്ള ക്ഷമ ഉണ്ടാവില്ല. അതിന് അപ്പോഴത്തേക്ക് അവരുടെ മനസ്സ് മറ്റുള്ള എന്തെങ്കിലേക്കായിരിക്കും മാറിപ്പോവുക. അപ്പൊ പല ആക്ടിവിറ്റീസിലും അവർക്ക് ഒരേ സമയം തന്നെ പല ആക്ടിവിറ്റീസിനോടായിരിക്കും ഇൻട്രസ്റ്റ് തോന്നുക. ആ ഒരു സമയത്ത് ആ കുട്ടികളെയാണ് നമ്മൾ ഡീവിയേഷൻ സംഭവിക്കുന്ന കുട്ടികളെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 രീതിയിലുള്ള കുട്ടികളും നമ്മുടെ ക്ലാസ് മുറിയിൽ എത്തുന്നുണ്ട്. അപ്പൊ ഇവരെ എല്ലാം നമ്മൾ നോർമൽ ചൈൽഡാക്കി മാറ്റുന്നത് അവർ ത്രൂ വർക്കിങ്ങിലൂടെയാണ്. അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിലൂടെയും ത്രൂ വർക്കിങ്ങിലൂടെയാണ് ആ കുട്ടികൾ നോർമലായി മാറുന്നത്. അപ്പോൾ ഈ നോർമലൈസേഷൻ എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ചൈൽഡ് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിലും അതുപോലെ അവർ ഇരിക്കുന്ന ചുറ്റുപാടുമായിട്ട് ഇഴുകി ചേർന്നിട്ടായിരിക്കും അവർ ആ ആക്ടിവിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചില കുട്ടികൾക്ക് അത് കംപ്ലീറ്റ് ചെയ്ത് സക്സസ്സിൽ എത്തിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ അവർ ഒരു പ്രാവശ്യം ചെയ്ത് അവർക്ക് അത് കിട്ടിയില്ലെങ്കിൽ, സക്സസ് ആയിട്ടില്ലെങ്കിൽ അവർ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ റിപ്പീറ്റ് ചെയ്ത് അത് സക്സസ്ഫുള്ളിൽ എത്തുന്ന സമയത്ത് അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവർക്ക് ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുമ്പോൾ അവർ ആ പ്രോസസ്സ്, അതിൻ്റെ ഒരു പ്രോസസ്സും അവർ ലേൺ ചെയ്യണം, എങ്ങനെയാണ് സക്സസ്സിൽ എത്തേണ്ടത് എന്നുള്ളത്. ചില കുട്ടികൾക്ക് അവർ വളരെ ലേസി ആയിരിക്കും, മടിയന്മാരായിരിക്കും. അവർക്ക് ഒരു പ്രാവശ്യം കിട്ടിയില്ല എന്ന് കാണുമ്പോൾ ചിലപ്പോൾ അവരുടെ മനസ്സ് മാറിപ്പോകും. അത് പിന്നെ ചെയ്യാനായിട്ട് അവർക്ക് തോന്നില്ല. വേറെ ഏതെങ്കിലും ആക്ടിവിറ്റീസിലായിരിക്കും പിന്നെ ഇൻവോൾവ് ചെയ്യുന്നത്. ചിലപ്പോൾ അതും കിട്ടിയില്ല. അങ്ങനെ ഓരോരോ കാര്യങ്ങളിലും മൈൻഡ് മാറി പോകുന്ന കുട്ടികളുണ്ടാകും. അങ്ങനെയുള്ള കുട്ടികളാണ് ഡീവിയേറ്റഡ് ചൈൽഡ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുട്ടികളാണ്. അപ്പോൾ പ്രാക്ടീസ് ആണ് ഓരോ കുട്ടികളിലും പെർഫെക്ഷനിലേക്ക് എത്തിക്കുന്നത്. അവർ ഒരേ ആക്ടിവിറ്റി തന്നെ, ഒരേ വർക്ക് തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്താണ് അവർക്ക് അതിൻ്റെ പെർഫെക്ഷനിലേക്ക് എത്താൻ പറ്റുക. അപ്പോൾ ത്രൂ വർക്കിങ്ങിൽ കൂടിയും അവരുടെ എക്സ്പീരിയൻസിൽ കൂടിയുമാണ് അവരുടെ ക്യാരക്ടറും ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് പറ്റുന്നത്. ഒരു ആക്ടിവിറ്റി തന്നെ പല പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ പ്രോസസ്സ് മനസ്സിലാകും. എങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ സക്സസ്സിലേക്ക് എത്തേണ്ടതെന്ന് ആ കുട്ടികൾ തനിയെ തന്നെ അത് പഠിക്കുകയാണ്. ആ ആക്ടിവിറ്റീസ് ചെയ്ത് തന്നെയാണ് അതിൻ്റെ ഓരോ സ്റ്റെപ്പും അവർ മനസ്സിലാക്കുന്നതും സക്സസ്സിലേക്ക് എത്താനുള്ള മാർഗം എന്താണെന്ന് അവർ സ്വയം മനസ്സിലാക്കുകയാണ്. മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടികൾ എല്ലാവരും അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ തന്നെ സെലക്ട് ചെയ്യണം ആക്ടിവിറ്റീസ്, അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി. അവർക്ക് ഫുൾ ഫ്രീഡം ഉണ്ട് ക്ലാസ് റൂമിൽ. ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് ചെയ്യണം എന്നുള്ള നിർബന്ധം അങ്ങനെയില്ല. അവർക്ക് എവിടെ വേണമെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇരുന്നു കൊണ്ട് അവരുടെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഫ്രീഡം മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടികൾക്കുണ്ട്. അപ്പോൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസും അതുപോലെ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസും എല്ലാം ഉണ്ട്. ചില കുട്ടികൾക്ക് ഗ്രൂപ്പായിട്ട് ഇരുന്ന് ചെയ്യുന്നതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, ചില കുട്ടികൾക്ക് ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നതായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഓരോ കുട്ടിയുടെയും ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് ഈ ക്ലാസ് റൂമിൽ കിട്ടുന്നുണ്ട്.
അങ്ങനെ അവർ അതിലൂടെ ഇപ്പോൾ ഗ്രൂപ്പായിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു മറ്റുള്ള കുട്ടികളുടെ ഒരു അവരുടെ ഇമോഷൻസിനെ കൂടെ അവർക്ക് മനസ്സിലാക്കാനും അവരായിട്ട് കോപ്പറേറ്റ് ചെയ്ത് അവർക്ക് ആ ക്ലാസ് മുറിയിൽ എങ്ങനെയാണ് മറ്റുള്ള കുട്ടികളുമായിട്ട് സഹകരിച്ചു പോകേണ്ടത് എന്നും എല്ലാം അവർ സ്വയം ആ ഇതിലൂടെ എക്സ്പീരിയൻസിലൂടെ അവർ മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള കുട്ടികളുമായിട്ട് സഹകരിച്ചു പോകാനും മറ്റുള്ള കുട്ടികളെ എങ്ങനെയാണ്, ചില കുട്ടികൾക്ക് അവരുടെ ആക്ടിവിറ്റീസ് കഴിഞ്ഞാലും പെട്ടെന്ന് ചെയ്തു തീർക്കുന്ന കുട്ടികളുണ്ട്, സ്പീഡായിട്ട് ചെയ്തു തീർക്കുന്ന കുട്ടികളുണ്ട്. അവര് മറ്റുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ശ്രമിക്കും. അവരുടെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരെ അതിൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ ചില കുട്ടികൾക്ക് നല്ല താല്പര്യം ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി, ഒരു ഷെയറിംഗ് മെന്റാലിറ്റി, അതുപോലെ അവരുടെ ഒരു പേഷ്യൻസ് എല്ലാം അവർ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ത്രൂ ആക്ടിവിറ്റീസിൽ കൂടിയാണ്. അവര് ആ ഓരോരോ പ്രോസസ്സിൽ കൂടിയാണ് അവരത് മനസ്സിലാക്കുന്നതും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതും. അതുപോലെ തന്നെയാണ് ഈ കുട്ടികളിൽ ഒരു ഓർഡർ ഉണ്ടാവും. അവരാദ്യം അവർക്ക് ക്ലാസ് മുറി വരുമ്പോൾ അവർക്ക് കാണുന്നതൊക്കെ അത്ഭുതമുള്ള കാര്യങ്ങളായിരിക്കും. എല്ലാം പലതും അവർ ആദ്യമായിട്ട് കാണുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ അവർക്ക് അതൊക്കെ എല്ലാം ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തിരിക്കുന്നുണ്ട്. അതൊക്കെ കാണുന്നതും എല്ലാത്തിനെയും നോക്കി കാണുന്നതൊക്കെ പിന്നീട് അത് അവർക്ക് മനസ്സിലായി. ചില കുട്ടികൾ അതിൽ പൊസസീവ് ആകും. ഇതെല്ലാം അവർക്ക് ഉള്ള കാര്യം, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അവർക്ക് സ്വന്തമായിട്ട് വെക്കാനുള്ളതാണ്, കൊണ്ടുപോകാനുള്ളതാണെന്നൊക്കെ ചില കുട്ടികൾക്ക് തോന്നലുണ്ടാവും. പക്ഷെ ദിവസം ആ ക്ലാസ് മുറിയിൽ എത്തുന്ന കുട്ടികൾക്ക് ഓരോ ദിവസം പോകുന്തോറും എങ്ങനെയാണ് ഇത് ക്ലാസ് റൂം ആണെന്നും അവിടെ ഇരുന്നു കൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ്, ആക്ടിവിറ്റീസിനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെയെന്നും അത് കഴിയുമ്പോൾ അത് എടുത്ത സ്ഥലത്ത് തന്നെ വെക്കണമെന്നും ഒക്കെ ഉള്ള അവർക്ക് ആ കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലാവാൻ തുടങ്ങും. അപ്പോൾ അവരുടെ ഒരു ഓർഡർ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ഓർഡറായിട്ട് തന്നെ ചെയ്യും. ഒരു ക്ലാസ് മുറിയിൽ ആദ്യത്തെ ദിവസം വന്ന് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല ഒരാഴ്ച കഴിയുമ്പോഴും ഒക്കെ ആ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്. അവർക്ക് കൃത്യമായിട്ട് ഓരോ സാധനങ്ങളും എവിടെ വെക്കണമെന്നും അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതും അത് എല്ലാവർക്കും ഉപയോഗിക്കാനാണെന്നും അത് കഴിയുമ്പോൾ തിരിച്ച് എടുത്ത സ്ഥലത്ത് തന്നെ വെക്കണമെന്നും എല്ലാ കാര്യങ്ങളും അവരുടെ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കി ചെയ്യാൻ തുടങ്ങും. പിന്നെ അവരിൽ ഒരു ഒബീഡിയൻസും അവരിൽ കിട്ടും. അവർക്ക് ത്രൂ അവരുടെ വർക്കിങ്ങിലൂടെ ഒരു അനുസരണാശീലമുള്ള കുട്ടികളായിട്ട് അവർ മാറിക്കോളും. അതിലൂടെ അവരുടെ ഇച്ഛാശക്തിയെ ഡെവലപ്പ് ചെയ്യാനും അവർക്ക് പറ്റും. അതെല്ലാം ഒരു ഒബീഡിയൻസ് എന്ന് പറയുന്നത് അവരുടെ ഫെസിലിറ്റേറ്ററെ അല്ലെങ്കിൽ പേടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പനിഷ്മെന്റ് കിട്ടുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്തയുടെ പുറത്തായിരിക്കില്ല അവരിൽ ആ ഒരു ഒബീഡിയൻസ് ഉണ്ടാവുക. അവർക്ക് കാര്യങ്ങൾ അറിയാം. ഇത് ഇന്ന സ്ഥലത്ത് വെക്കേണ്ടതാണ്, ഇന്ന് ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടതാണ്, അത് കഴിയുമ്പോൾ അവിടെ തന്നെ തിരിച്ചു വെക്കണം എന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ അവർ മനസ്സിലാക്കുകയും ചെയ്യും. അതിനനുസരിച്ച് അവർ അനുസരണശീലമുള്ള കുട്ടികളാകും. അവരുടെ കാര്യങ്ങളെല്ലാം ഒരു ഓർഡറിൽ അവർ ചെയ്യാനും പഠിക്കും. അവരുടെ കാര്യങ്ങളെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ അവർ ചെയ്യാൻ പഠിക്കും. അവരെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനായിട്ട് സ്വന്തമായി ചെയ്താണ് അവർ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നതും അതിലൂടെയാണ് അവർ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറുന്നതും. അപ്പോൾ മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ എൻവയോൺമെന്റ് തന്നെയാണ്. അവരുടെ ചുറ്റുപാടും അങ്ങനെയുള്ള കുട്ടികൾക്ക്, മോണ്ടിസോറി ക്ലാസ് റൂമിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് സൊസൈറ്റിയിൽ ഇറങ്ങുന്ന സമയത്ത് അവർക്ക് ഒന്നും ഒരു പ്രത്യേകതയായിട്ട് തോന്നില്ല, അല്ലെങ്കിൽ എല്ലാം പുതിയതായിട്ട് തോന്നില്ല. കാരണം അവർ ക്ലാസ് റൂമിൽ കണ്ട് ശീലിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും അവർ പുറത്തും കാണുന്നത്. അവർക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനും അതിന്റെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് സൊസൈറ്റിയിൽ പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവ് അങ്ങനത്തെ കുട്ടികൾക്ക് ഉണ്ടാവും. അവരുടെ വർക്കിങ്ങിലൂടെയും അവരുടെ എക്സ്പീരിയൻസിലൂടെയും എക്സസൈസിലൂടെയുമാണ് അവരുടെ മെന്റൽ ഡെവലപ്മെന്റും ഫിസിക്കൽ ഡെവലപ്മെന്റും എല്ലാം സംഭവിക്കുന്നത്. മനസ്സും ശരീരവും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ അവർക്കൊരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ മനസ്സും ശരീരവും നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും കോർഡിനേഷനിലായിരിക്കണം. ഇത് രണ്ടും ഒരുപോലെ പ്രവർത്തിച്ച് ചെയ്യുന്ന കുട്ടികളിലാണ്, അങ്ങനെയുള്ള കുട്ടികളാണ് നോർമൽ ചൈൽഡ് എന്ന് പറയുന്നത്. അവർക്ക് ആ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് അത് ത്രൂ അവരുടെ ആ വർക്കിങ്ങിലൂടെ അവർക്ക് ആ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാനും സക്സസിലേക്ക് എത്താനും പറ്റും. അപ്പോൾ അങ്ങനെ മനസ്സും ശരീരവും ഒരു രീതിയിൽ പ്രവർത്തിക്കാത്ത കുട്ടികളിലായിരിക്കും ഈ ഡീവിയേഷൻ കാണുക. കാരണം അവർ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് എന്നേ ഉണ്ടാവുള്ളൂ, പക്ഷെ അവരുടെ മനസ്സ് മുഴുവൻ ചിലപ്പോൾ ചുറ്റും നടക്കുന്ന വേറെ ഏതെങ്കിലും കാര്യങ്ങളിലായിരിക്കും അവരുടെ മനസ്സ് പോയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റില്ല.
അങ്ങനെയുള്ള കുട്ടികൾ അവർക്കാണെങ്കിൽ അതിനുള്ള ക്ഷമയും ഉണ്ടാവില്ല, അതിനെ ഒരു സക്സസിലേക്ക് എത്തിക്കാനുള്ള, റിപ്പീറ്റ് ചെയ്ത് ചെയ്യാനുള്ള ഒരു ക്ഷമ ഉണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെയും നമ്മൾ ഈ മോണ്ടിസോറി ക്ലാസ് റൂമിലൂടെ നോർമൽ ആയിട്ടുള്ള ചൈൽഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ത്രൂ അവരുടെ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടും അവർക്ക് എക്സസൈസ് കൊടുത്തിട്ടും കാര്യങ്ങൾ സ്വന്തമായി തന്നെ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം, അങ്ങനെ അവർക്ക് സ്വന്തമായി എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് തയ്യാറാക്കി കൊടുക്കലാണ് ഒരു ഫെസിലിറ്റേറ്ററുടെ ഒരു കടമ എന്ന് പറയുന്നത്. അതില് ഈ ഡീവിയേറ്റഡ് ചൈൽഡ് എന്ന് പറയുന്നത് 3 തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാകും. നോട്ടി ചിൽഡ്രൻ ഉണ്ടാകും, വീക്ക് ചിൽഡ്രൻ ഉണ്ടാകും, ബ്രൈറ്റ് ചിൽഡ്രൻ ഉണ്ടാകും. അപ്പം ഈ കുട്ടികളെല്ലാം ഇതെല്ലാം ഓരോരോ തരത്തിലുള്ള കുട്ടികളായിരിക്കും. ഇവരെ എല്ലാവരെയും ഒരുപോലെ എത്തിക്കുക എന്നുള്ളതാണ് മോണ്ടിസോറി മെത്തേഡിൽ നമ്മൾ പറയുന്നത്. അപ്പം ഈ കുട്ടികളിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടും ഇൻട്രസ്റ്റോടും കൂടിയിട്ടായിരിക്കും ചെയ്യുക. അവർക്ക് ആ ആക്ടിവിറ്റീസ് ചെയ്യാനും എല്ലാം ഇൻട്രസ്റ്റ് ആയിരിക്കും, അല്ലാതെ നമ്മൾ നിർബന്ധിച്ചു കൊണ്ടായിരിക്കില്ല. ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിൽ എന്ന് പറയുന്നത് ആരെയും നമ്മൾ നിർബന്ധിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കാറില്ല. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ആക്ടിവിറ്റി ചെയ്യണം, എന്താണ് അവർക്ക് സെലക്ട് ചെയ്യേണ്ടത്, റിയൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഒരു ഫെസിലിറ്റേറ്ററുടെ കടമ. അതല്ലാതെ ഒരു ഫാന്റസി മോഡിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ലാണ്ട് കൂടുതലും റിയൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ നോർമലൈസ് ചൈൽഡിനും ഡീവിയേഷൻ ചൈൽഡിനും ഒക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ എല്ലാ കുട്ടികളെയും അതിൻ്റെതായ രീതിയിൽ ത്രൂ വർക്കിങ്ങിലൂടെയും ത്രൂ ആക്ടിവിറ്റീസിലൂടെയും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാ കുട്ടികളെയും നോർമൽ ചൈൽഡാക്കി മാറ്റുക എന്നതാണ് മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു പ്രത്യേകത. അതാണ് അതിന്റെ ലക്ഷ്യവും അതാണ്. ഞാൻ പറഞ്ഞു തന്ന അതേ കാര്യങ്ങള് അതായത് കറക്റ്റ് ആയിട്ട് ഗ്രാസ്പ് ചെയ്തു മനസ്സിലായി. കാരണം ഞാൻ നന്നായിട്ട് പ്രസന്റ് ചെയ്തു കേട്ടോ ജീന. ഓക്കെ, താങ്ക് യു മാം. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായില്ലേ? എല്ലാവരും ക്ലാപ്പ് ചെയ്തേ. താങ്ക് യു ഓൾ. ഓക്കേടാ. ഇനി നമ്മൾ ഈ ചാപ്റ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് ദീപേനെയാണ് ക്ലാസ്സിലേക്ക് എടുക്കാനുള്ള ഡ്യൂട്ടി കൊടുക്കുന്നത് കേട്ടോ. ഡ്യൂട്ടി ഒന്നുമല്ല, ദീപയ്ക്ക് മനസ്സിലായ കാര്യങ്ങള് വളരെ മനോഹരമായിട്ട് പറഞ്ഞുതരും. ഓക്കെ ദീപ, കാര്യം മാം, ഞാൻ എന്തേലും ഒരാള് വന്നിട്ടുണ്ടെങ്കിൽ നിർത്തും കേട്ടോ, കുറച്ച് ആയിട്ടുള്ളൂ. വർക്ക് ചെയ്യണോടത്താണ്. കുഴപ്പമില്ല. നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ. നോർമലൈസേഷൻ തന്റെ എൻവയോൺമെന്റിനനുസരിച്ച് കുട്ടി ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് കുട്ടി പെരുമാറുകയും ചെയ്യുന്നു. അങ്ങനെ അടിസ്ഥാനപരമായ ഒരു കുട്ടികളിൽ ഉണ്ടാവുന്ന ഒരു മാറ്റത്തിനെയാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ ഒരു കുട്ടിയിലുണ്ടാവുന്ന 2 തരം മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറയുന്നു. അതിലൊന്ന് കുട്ടി സ്വമേധയാ അവന്റെ ചലനങ്ങളിലൂടെയും അങ്ങനെയും ഒക്കെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. പിന്നെ ബുദ്ധിയും മാനസിക വളർച്ചയും കാര്യങ്ങളും അങ്ങനെ അത് ഡെവലപ്പ് ആവുന്നു. പിന്നെ അതിൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ലവ് ഓഫ് ഓർഡർ. കുട്ടി ആ എൻവയോൺമെന്റുമായിട്ട് ഇണങ്ങി ചേർന്ന് കുട്ടി ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനൊക്കെ ആയിട്ട് താല്പര്യപ്പെടുന്നു ആദ്യ അവസരങ്ങളിൽ. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ലവ് ഓഫ് വർക്കാണ് പറയുന്നത്. കുട്ടി ഒരു ആക്ടിവിറ്റീസ് ആ ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ കുട്ടി അത് തുടങ്ങുന്നു. അതുപോലെ അതിനനുയോജ്യമായ രീതിയിൽ ഇപ്പൊ എന്തേലും നമ്മളൊരു കളിക്കുന്ന സംഭവങ്ങളൊക്കെ എടുത്ത് അത് ഏത് രീതിയിലൂടെ കളിക്കാം എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കുട്ടി മനസ്സിലാക്കുന്നു, സ്വീകരിക്കുകയും അതിൽ നിന്ന് കുട്ടി ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ നിന്ന് അവന് അതിൻ്റെതായ രീതിയിലുള്ള സന്തോഷം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. അടുത്തതാണ് പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ. അതായത് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ പൂർണ്ണമായ ഏകാഗ്രതയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫോർത്ത് പറയുന്നത് അറ്റാച്ച്മെന്റ് ഓഫ് റിയാലിറ്റി. ഓരോ കോണ്ടാക്റ്റിലൂടെയും മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ കുട്ടി ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നു. ആദ്യം അത് ഇന്ദ്രിയങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും പിന്നീട് യുക്തിയും ഭാവനയിലൂടെയും കുട്ടിയുടെ ഭാവന അതനുസരിച്ച് ഒന്നുകൂടി ഡെവലപ്പ് ആവുന്നു. അപ്പൊ കുട്ടി എന്താ പറയാ, ഒരു ഭാവനയിലൂടെ ഒക്കെ കുട്ടി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അവനത് തനിയെ ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാനും ഒക്കെ ആയിട്ട് ശ്രമിക്കുന്നു.
അതുപോലെ എല്ലാത്തിന്റെയും ബേസിക് എന്ന് പറയുന്നത് ഭാഗ്യലോകമാണ്. നമ്മുടെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ഓരോ കഴിവുകൾ പുറത്തേക്ക് വരുന്നത്. അപ്പൊ മറ്റുള്ളവർ പറയുന്നതിലൂടെയും ഓരോ സമ്പർക്കങ്ങളിലൂടെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയത് ചെയ്യാനായിട്ട് കുട്ടി ശ്രമിക്കുന്നു. പിന്നെ പറയുന്നത് ലവ് ഓഫ് സൈലൻസ് ആണ്. നിശബ്ദമായ സ്നേഹമെന്ന് ഉദ്ദേശിക്കുന്നു. ഏകാന്തതയിൽ വർക്ക് ചെയ്യാൻ കുട്ടി ഇഷ്ടപ്പെടുന്നു എന്നല്ല പറയുന്നത്. അത് മറിച്ച് നമ്മുടെ കൃത്യമായി ഒരു ഏകാഗ്രതയുടെ ഫലമായിട്ടുള്ള മാനസിക ഒറ്റപ്പെടലുകളെയാണ് കുട്ടി അത് അങ്ങനെ പറയുന്നത്. കുട്ടി ഇങ്ങനെ കുറെ കളിച്ചും രസിച്ചും ഇരിക്കാതെ ചില ഒരു ആക്ടിവിറ്റീസിലൊക്കെ ചിലപ്പോൾ കുട്ടി മുഴുകി ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ ശല്യം ചെയ്യാൻ ചെന്ന് കഴിയുമ്പോൾ കുട്ടിക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പൊ ചില സമയങ്ങളിൽ അവൻ നമ്മുടെ ഒപ്പം കളിക്കാനും അതിനും ഒക്കെ കൂടുകയൊക്കെ ചെയ്യും. പിന്നെ കുട്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെന്ന് എടുക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടി അത് അതിൽ മാത്രം മുഴുകിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പിന്നെ സബ്മിഷൻ ഓഫ് ദ പൊസസീവ് അത് പറയുന്നത് നോർമലൈസ്ഡ് ചിൽഡ്രൻ അവരുടെ മാനസികാവസ്ഥ എൻവയോൺമെന്റും ചുറ്റുപാടുകളുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ്. അവരുടെ ആദ്യമായിട്ടുള്ള ഇപ്പൊ അംഗൻവാടി അങ്ങനെയൊക്കെ കൊണ്ടുവിടുമ്പോൾ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ ലൈക്ക് ടോയ്സ് അല്ലെങ്കിൽ കളർ, കുട്ടി ഇപ്പോഴും നിറങ്ങളോട് അധികമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പൊ നിറങ്ങളുള്ള നല്ല നിറങ്ങൾ കാണുമ്പോൾ അവനത് എടുത്ത് വീട്ടിൽ കൊണ്ടുവരാനും അതുപോലെ ടോയ്സ് അവന് ഇഷ്ടപ്പെടുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ സ്വന്തം ആകണം എന്ന് ആഗ്രഹിക്കുന്നു ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ടുവരാനൊക്കെ ആയിട്ടുള്ള ഒരു ശ്രമം അവനുണ്ടാവുന്നു. പിന്നീട് അവരുടെ ആ മാനസികമായ വളർച്ചയിൽ അവർക്കത് മനസ്സിലാവുന്നു. അത് അവർക്ക് ക്ലാസ്സിൽ വെച്ച് ചെയ്യാനുള്ളതാണ് അല്ലെങ്കിൽ അതിന്റെ ഉപയോഗക്രമങ്ങൾ അവർ മനസ്സിലാക്കുന്നു. അപ്പൊ അത് അറിഞ്ഞു കഴിയുമ്പോൾ അവനത് സ്കൂളിൽ അത് സൂക്ഷിക്കേണ്ടതാണ്, ഞങ്ങൾക്ക് കൂട്ടുകാർക്ക് കൂടി കളിക്കേണ്ടതാണ്, അത് ഞങ്ങൾക്ക് ഇനിയും ആവശ്യമുള്ളതാണ് എന്നുള്ള കാര്യങ്ങൾ അവൻ മനസ്സിലാക്കുന്നു. അപ്പൊ അതനുസരിച്ച് അവൻ പെരുമാറുകയും പിന്നീട് അതൊരിക്കലും ഒരു മോഷണ ശ്രമമല്ല, അത് അവനത് എന്റേതാവണമെന്നുള്ള ആഗ്രഹം കൊണ്ട് കുട്ടി ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ കുട്ടി മനസ്സിലാക്കുകയും അത് അവൻ തിരിച്ചവിടെ വെക്കാനും ഒക്കെ ശ്രമിക്കുന്നു. പിന്നെ പറയുന്നത് പവർ ടു ആക്ട് ഫ്രം റിയൽ ചോയ്സ് ആൻഡ് അങ്ങനെ കൊടുത്തിരിക്കുന്ന ജിജ്ഞാസയിൽ നിന്നല്ല യഥാർത്ഥ തിരഞ്ഞെടുപ്പിലൂടെ കുട്ടികൾ അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൃത്യമായ തിരഞ്ഞെടുപ്പിലൂടെ അന്വേഷണത്തിലൂടെ അങ്ങനെയൊക്കെ അവനത് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി അത് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. പിന്നെ ഒബേഡിയൻസ് നോർമലൈസ്ഡ് കുട്ടികൾ അനുസരണശീലമുള്ളവരാണ്. അവർ ആ വർക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ പലതവണ കറക്റ്റ് ചെയ്ത് അത് കൃത്യമായി അതിനുള്ള റിസൾട്ടിന് വേണ്ടി അവൻ മാക്സിമം പരിശ്രമിക്കുന്നു. ഇൻഡിപെൻഡൻസ് ആൻഡ് അത് കൊടുത്തിരിക്കുന്നത് സ്വാതന്ത്ര്യമാണ് കുട്ടി അധികം നമ്മൾ അവന്റെ ഇഷ്ടത്തിന് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ അവനെ വേറെ അപകടങ്ങളൊന്നും ഉണ്ടാവാതെ അവനെ കളിക്കാനാണേലും ഇപ്പൊ ഓടി കളിക്കുന്ന കാര്യത്തിലേക്ക് ആണെങ്കിൽ നമ്മൾ ടീച്ചേഴ്സ് ആണേലും അവര് പുറത്തിറക്കി വിടാതെയുള്ള കാര്യങ്ങൾ ചെയ്യില്ലേ. അപ്പൊ അതിന് പകരം അവന് നല്ലൊരു അവന് എന്തെങ്കിലും അവന്റെ ഇഷ്ടത്തിന് അവനെ വിടുക. അപ്പൊ അതിൽ നിന്ന് അവന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും അത്രയൊക്കെ കാര്യങ്ങളെ ഞാൻ നോക്കിയിട്ടുള്ളൂ. ബാക്കി എനിക്ക് സമയം കിട്ടിയില്ല. ഓക്കെ, പറഞ്ഞത് നന്നായി, അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. വേറെ ഒന്ന് ക്ലാപ്പ് ചെയ്തേ. ഷഹദൂന. യെസ് മാം. പറഞ്ഞോ. ജീനയുടെ ദീപയുടെ അത്രയും വിശാലതയായിട്ട് ഒന്നും പറയാനറിയില്ല. ഞാൻ ഒരു പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ അത്രയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. ഇവരുടെയൊക്കെ കേട്ടിട്ട് ആകെ സ്തംഭിച്ച് എന്റെ എല്ലാം ഇറങ്ങിപ്പോയി. വേണ്ടിട്ട് റെഡി ആയിട്ട് മറിയ മോണ്ടിസോറി പറയുന്നതിനനുസരിച്ച് ഡോക്ടർ മറിയ മോണ്ടിസോറി പറയുന്നതനുസരിച്ചാണെങ്കിൽ എല്ലാ കുട്ടികളെയും നമ്മൾ ഒരു നോർമൽ ചൈൽഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മുടെ മുമ്പിൽ നമ്മളൊരു ടീച്ചർ ആവാനുള്ളതാണ്. അപ്പൊ നമ്മുടെ മുമ്പിൽ എത്തുന്ന എല്ലാ കുട്ടികളെയും നമ്മൾ ഒരു നോർമൽ ചൈൽഡ് ആയിട്ട് വേണം നമ്മൾ കാണാനായിട്ട്. ചില പിള്ളേർക്ക് വേരിയേഷൻസ് ഉണ്ടാകും. അങ്ങനെ വേരിയേഷൻസ് നേരിടുന്ന പിള്ളേരാണെങ്കിൽ നമ്മൾ അവരെ കറക്റ്റ് ആയിട്ട് ഓരോ നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ അവരെ നോക്കണം. പിന്നെ അങ്ങനെ ഒരു കടമ നമ്മൾ ടീച്ചേഴ്സിനുണ്ട്. പിന്നെ പരിസ്ഥിതിയുമായിട്ട് ഇണങ്ങിച്ചേരുന്ന കുട്ടികളെയാണ് നോർമൽ ചൈൽഡ് എന്ന് പറയുന്നത്. പ്രാക്ടീസ് ചെയ്താണ് അവൻ കൂടുതൽ പെർഫെക്റ്റ് ആകുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആക്ടിവിറ്റീസ് ആയാലും അവന്റെ മുമ്പിൽ എന്ത് കൊടുത്താലും അവൻ അത് ക്ഷമയോടെ
കൂടി അത് ചെയ്യുമ്പോഴാണ് അവൻ നോർമലായിട്ട് വന്നത്. അല്ലാതെ ഒരു വർക്ക് കൊടുക്കുമ്പോൾ അത് പകുതിക്ക് ഇട്ടിട്ട് പിന്നീട് ഒരു വർക്ക് ചെയ്ത് അങ്ങനെ ചെയ്യുന്ന കുട്ടികളെ ഒരിക്കലും നോർമലാന്ന് പറയാൻ പറ്റില്ല. കുട്ടികൾ നല്ല ക്ഷമയോട് കൂടി സമയം എടുത്ത് നമ്മൾ അത് ചെയ്ത് കറക്റ്റ് ആക്കി കൊണ്ടുവരുമ്പോൾ ആ കുട്ടി ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികൾ ചെയ്യണ ആക്ടിവിറ്റീസ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധാപൂർവ്വം നോക്കി നിൽക്കണം. പിന്നെ ആണെങ്കിൽ ഒരു മോണ്ടിസോറി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവന് ഒരു കാര്യം പുതിയതല്ല. അവന്റെ ക്ലാസ്സിൽ അവനെല്ലാം പരിചയപ്പെട്ടിട്ടാണ് അവൻ എൻവിറോൺമെന്റിലേക്ക് അവൻ ചെല്ലണത്. അപ്പൊ ആ കുട്ടിക്ക് അത് കാണുമ്പോൾ മനസ്സിലാകും, ഇത് ഇന്ന കാര്യമാണ്. അങ്ങനെ അവന് എല്ലാം മനസ്സിലാക്കിയിട്ട് അവൻ മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണ് പിന്നെ ആണെങ്കിൽ ഒരു കുട്ടി എന്ന് പറയുന്നത് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഭയങ്കര സമയം എടുക്കും. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഏകാഗ്രതയോട് കൂടി അവന്റെ ഫുൾ എഫേർട്ട് എടുത്തിട്ടായിരിക്കും അവൻ ആ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള പിള്ളേര് ചെയ്യുമ്പോൾ ആ ആക്ടിവിറ്റീസിനെ നമ്മൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം. അവരുടെ ആക്ടിവിറ്റീസ് കാണുമ്പോൾ നമ്മൾ അവനെ പ്രോത്സാഹിപ്പിച്ച് നന്നായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവനെ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ അവന് അതിലും കൂടുതലായിട്ട് നന്നായിട്ട് ചെയ്യാനായിട്ട് അവന് കഴിയും. പിന്നെ അതുപോലെ തന്നെ ഒരു മോണ്ടിസോറി ക്ലാസ് എന്ന് പറയുന്നത് അത് അറേഞ്ച് ചെയ്തേക്കുന്ന രീതിയിൽ എന്ന് പറയണത് അത് നല്ല പെർഫെക്റ്റ് ആയിട്ടായിരിക്കും, നീറ്റില് പെർഫെക്റ്റ് ആയിട്ട് ഓർഡർ അനുസരിച്ചായിട്ടായിരിക്കും ആ ഒരു മോണ്ടിസോറി ക്ലാസ് എന്ന് പറയണത്. അതായത് ആ മോണ്ടിസോറി ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ആ എൻവിറോൺമെന്റ് അവിടെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൈയെത്തി എടുത്ത് അവന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ മോണ്ടിസോറി ക്ലാസ്സിൽ വന്നിട്ടുണ്ടാവുക. അവന് അത് എപ്പോ വേണമെങ്കിലും എടുക്കാം, ആ ആക്ടിവിറ്റി എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അവന് അതിനുള്ള ഫ്രീഡം കൊടുത്തിട്ട്, പിന്നെ അത് മാത്രല്ല ടീച്ചേഴ്സ് അവനെ വാച്ച് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും അവൻ ആ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവുക. അവന് ഫുള്ള് ഫ്രീഡം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ആ കുട്ടി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ മോണ്ടിസോറി പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി എന്ന് പറയുകയാണെങ്കിൽ അവൻ ആ പുറത്തുള്ള എൻവയറോൺമെന്റ് ആയിട്ട് അവൻ കുറേ അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ മോണ്ടിസോറി ക്ലാസ്സിൽ ഗ്രൂപ്പായിട്ടും വർക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഒറ്റയ്ക്കും വർക്ക് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഒരു മോണ്ടിസോറി ഒരു കുട്ടി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ മറ്റൊരു കുട്ടിക്ക് ആ എക്യുപ്മെന്റ്സ് കിട്ടിയെന്ന് വരത്തില്ല. അങ്ങനെയുള്ള സമയത്ത് ക്ഷമയോട് കൂടി മറ്റു കുട്ടികൾ ആ എക്യുപ്മെന്റിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. അങ്ങനെ ഒരു ക്ഷമാശീലം കൂടി മോണ്ടിസോറി സ്റ്റുഡൻസിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഈ എക്യുപ്മെന്റ്സ് ഒക്കെ ഈ കുട്ടിക്ക് കൈവശപ്പെടുത്തണം, ഈ കുട്ടിക്ക് വീട്ടിൽ പോകണം. കുഞ്ഞു മനസ്സാണ്. അപ്പൊ ആ കുട്ടികൾക്ക് അത് ആദ്യം തന്നെ കാണുമ്പോൾ അതിലൊരു അട്രാക്ഷൻ തോന്നും. അപ്പൊ അവര് വിചാരിക്കും ഇതെനിക്ക് വീട്ടിൽ കൊണ്ടുപോകണം എന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ നമ്മുടെ മോണ്ടിസോറി എൻവിറോൺമെന്റ് ഈ മോണ്ടിസോറി ക്ലാസ്സിൽ സംഭവിക്കാം. കുഞ്ഞു കുട്ടികളാണല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പൊ അവർക്ക് പിന്നീട് അവർ മനസ്സിലാക്കും, ഇത് എനിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളല്ല, ഇത് ഈ ക്ലാസ്സിൽ വയ്ക്കേണ്ടതാണ്, ഇത് ഇന്ന ഓർഡർ അനുസരിച്ചാണ് വയ്ക്കേണ്ടത്, ഇത് ഇവിടെ വയ്ക്കേണ്ട ഒരു സാധനമാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ മുന്നോട്ട് പോകും. ഓക്കേടാ, എല്ലാരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ, നന്നായിട്ട് പ്രസന്റ് ചെയ്തു കേട്ടോ. ഇനി ഒരാളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ശരണ്യ പറഞ്ഞോട്ടെ. പ്രസന്റ് ചെയ്തോട്ടോ. അതായത് നോർമലൈസേഷൻ ഡിവി, അതായത് നമ്മളുടെ മുന്നിൽ വരുന്ന കുട്ടികൾ രണ്ട് തരത്തിലാണ് ഉണ്ടാവുക. നോർമലൈസ്ഡ് ചിൽഡ്രൻസ് ഉണ്ടാവും, ഡീവിയേറ്റഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ് ഉണ്ടാവും. ഈ നോർമലൈസ്ഡ് ചിൽഡ്രൻസ് എന്ന് പറയുന്നത് അവർ ജീവിക്കുന്ന എൻവയോൺമെന്റുമായിട്ട് ഇടപഴകി ജീവിക്കുന്നവരാണ്. അതുപോലെ തന്നെ അവർക്ക് കോൺസെൻട്രേഷൻ പവർ കൂടുതലായിരിക്കും. അവർ സ്വതന്ത്രമായിട്ട് സെൽഫ് ഡിസിപ്ലിനോട് കൂടിയിട്ട് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാനായിട്ട് അവർക്ക് കഴിയും. അവർ ഫോക്കസ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു ഡിസ്ട്രാക്ഷൻസും അവർ മൈൻഡ് ചെയ്യാതെ അവരുടെ ടാസ്ക് അവർ പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് അവർ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാളുടെ തുടർച്ചയായിട്ടുള്ളൊരു സൂപ്പർവിഷൻ ഇല്ലാതെ തന്നെ അവർക്ക് സ്വന്തം ബിഹേവിയറും അതുപോലെ തന്നെ ക്ലാസ് റൂം റൂൾസും അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്
അവർ ഉൾക്കൊണ്ടുകൊണ്ട് അവർ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാൻ അവർ നോക്കാറുണ്ട്. അതുപോലെ തന്നെ നോർമലൈസ്ഡ് ചിൽഡ്രൻസ് എന്ന് പറയുന്നത് വളരെ കോപ്പറേറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു റെസ്പെക്ട്ഫുൾനെസ് ഉണ്ടാവും. അവരുടെ സ്വഭാവത്തിൽ മറ്റുള്ളവരോടുള്ള റെസ്പെക്റ്റും അവർക്ക് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അവർ സ്വന്തം റിയൽ ലൈഫിലാണ് അവർ ജീവിക്കുന്നത്. ഒരിക്കലും അവരൊരു ഫാൻറ്റസി വേൾഡിലോ അല്ലെങ്കിൽ ഇമാജിനറി ലൈഫിലോ ആയിരിക്കില്ല അവർ ജീവിക്കുന്നുണ്ടാവുക. അവരുടെ റിയൽ ലൈഫിലായിരിക്കും അവർ ജീവിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഡീവിയേറ്റഡ് ചിൽഡ്രൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ച് ഡെവലപ്മെന്റൽ ഡിലേസ് ഉണ്ടാവും. അതായത് അവരുടെ ഡെവലപ്മെന്റിൽ കുറെ ഡിലേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതായത് ബിഹേവിയറൽ ഇഷ്യൂസും അവരിൽ ചെറിയ രീതിക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ അവരെപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അവർ വളരെയധികം പൊസസീവ്നെസ് ഉള്ളവരായിരിക്കും. അവർക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൂടുതലായിരിക്കും. പേടി, അതുപോലെ തന്നെ നുണ പറയുക, അതെല്ലാം അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ചില പാരൻസ് ഇത്തരം ഡീവിയേറ്റഡ് ചിൽഡ്രൻസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻസ് എന്ന് പറയുന്നത് അവരുടെ പേഴ്സണാലിറ്റി കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം നമ്മളുടെ പാരൻസ് വളരെയധികം ചിട്ടയോട് കൂടിയിട്ടും മറ്റുള്ളവരെ അനുസരിച്ചും ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞും അതുപോലെ എല്ലാവരെയും നല്ല രീതിയിൽ നോക്കണം, അവരെ പേടിച്ച് ജീവിക്കണം എന്നുള്ള അവരുടെ പേഴ്സണാലിറ്റി കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ക്യാരക്ടർ ഫോർമേഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ ഒരു 6 വയസ്സ് മുതലാണ് അവരുടെ ശരിക്കുമുള്ള ക്യാരക്ടർ ഫോർമേഷൻ നടക്കുന്നത്. ഈ സമയത്താണ് ഡീവിയേഷൻ സംഭവിക്കുന്നത്. ഡീവിയേഷൻ സംഭവിക്കുന്ന ഈ സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസും അതുപോലെ തന്നെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുത്തുകൊണ്ട് അവരെ നല്ലൊരു നോർമലൈസ്ഡ് ചിൽഡ്രൻസ് ആക്കി മാറ്റണം. അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികൾ പല ഡീവിയേറ്റഡ് ചിൽഡ്രൻസ് ഉണ്ടാവും, ടൈപ്സ്. അതായത് ചില കുട്ടികൾ എന്ന് പറയുന്നത് വളരെ വയലന്റ് ആയിരിക്കും. ഒരു കാര്യത്തോട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം അവർക്ക് വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ വളരെയധികം വയലൻസോട് കൂടിയിട്ടാണ് ആ കാര്യം ആവശ്യപ്പെടുക. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കാനും ഉള്ള ചാൻസ് ഉണ്ട്. അത്തരം കുട്ടികളെയാണ് നമ്മൾ നോട്ടി ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. ചില കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും കള്ളം പറയും, ചെറിയ കാര്യങ്ങൾക്ക് പോലും കള്ളം പറയും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സാധനങ്ങൾ അവർ മോഷ്ടിക്കാൻ ശ്രമിക്കും. അതുപോലെ അവരുടെ പാരൻസിനെ വളരെയധികം ഭയപ്പെടുന്നുണ്ട്. ഇത്തരം കുട്ടികളെ നമ്മൾ വീക്ക് ചിൽഡ്രൻസ് എന്നാണ് പറയുന്നത്. ചില കുട്ടികൾ ഫാൻറ്റസി വേൾഡ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫാൻറ്റസി വേൾഡിലായിരിക്കും അവർ ജീവിക്കുന്നുണ്ടാവുക. ഇത്തരം കുട്ടികളെ നമ്മൾ ബ്രൈറ്റ് ചിൽഡ്രൻസ് എന്നാണ് പറയുന്നത്. ദെൻ ചില ഈ ഡീവിയേഷൻസ് എന്ന് പറയുന്നത് സംഭവിക്കുന്നത് കുറെ കാരണങ്ങൾ കൊണ്ടാണ്. അതായത് സൈക്കിക് ഫ്യൂഗ്, പ്രൊനൗൺസിയേഷൻ ശരിയാണോ എന്ന് അറിയില്ല മിസ്സേ. ഈ ഡീവിയേഷൻ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത വേൾഡിൽ അവർ ജീവിക്കുന്നത്. അവരുടെ മൈൻഡ് സെറ്റ് മൊത്തം ആ ഒരു ഫാൻറ്റസി വേൾഡിലായിരിക്കും. അവർ കൂടുതലായിട്ട് നമ്മളുടെ റിയൽ ലൈഫിനേക്കാളും പ്രിഫർ ചെയ്യുന്നത് അവരുടെ ഫാൻറ്റസി ലൈഫിലായിരിക്കും. അവർ ഫാൻറ്റസി വേൾഡിലായിരിക്കും കൂടുതൽ അവർക്ക് സ്യൂട്ടബിൾ എന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് അവർ അതിൽ ജീവിക്കുന്നത്. അത്തരം ആ ഡീവിയേഷൻ എന്ന് പറയുന്നത് സൈക്കിക് ഫ്യൂഗ് കൊണ്ട് ഉണ്ടാവുന്ന ഡീവിയേഷൻ ആണ്. ദെൻ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയും അവൻ്റെ റിയൽ ലൈഫും തമ്മിൽ എന്തോ ഒരു തടസ്സമുണ്ട്. അവനെ റിയൽ ലൈഫിലോട്ട് കടക്കാൻ പറ്റുന്നില്ല. അവൻ എപ്പോഴും അവൻ്റെ റിയൽ ലൈഫിനേക്കാൾ കൂടുതൽ പീപ്പിൾസ് അവൻ്റെ ഫാൻറ്റസി വേൾഡിലായിരിക്കും അവനുമായിട്ട് കൂടുതലായിട്ട് ആളുകൾ ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നുള്ള വിചാരത്തിൽ അവൻ ഫാൻറ്റസി വേൾഡിലായിരിക്കും ജീവിക്കാൻ ആഗ്രഹിക്കുക. അതിന് സൈക്കിക് ബാരിയേഴ്സ് എന്നാണ് പറയുന്നത്. ദെൻ ചിൽഡ്രൻസ് എന്ന് പറയുന്നത് ചില കുട്ടികൾ അവരുടെ പാരൻസുമായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആയിരിക്കും. കാരണം അവരുടെ പാരൻസിൻ്റെ പേഴ്സണാലിറ്റി, അതായത് ഒരു നിഴൽ പോലെ പാരൻസിനെ പിന്തുടർന്ന് പോകണം എന്ന് ചില പാരൻസ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ കുട്ടികൾ അതിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് അത് വളരെയധികം ബാധിക്കുന്നുണ്ട്. അത് അവരുടെ പാരൻസിൻ്റെ ഒരു പേഴ്സണാലിറ്റിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്, അതായത് കുട്ടികളിലേക്ക് അത് അടുത്ത തലമുറയിലേക്ക് കൈമാറുക എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ പേഴ്സണാലിറ്റി കുട്ടികളിലേക്ക് കൈമാറുന്ന ഒരു തരം കാര്യമാണ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ഇതും നമ്മുടെ ഡീവിയേഷന് ഒരു കാരണമാകുന്നുണ്ട്. ചില കുട്ടികൾ എന്ന് പറയുന്നത് ചില ഒബ്ജക്ട്സിനെ അവർ ഡിമാൻഡ് ചെയ്യും.
അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് അവര് ചിലപ്പോൾ ചില ടോയ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്വീറ്റ്സിന് വേണ്ടിയിട്ടൊക്കെ അവര് വളരെയധികം വാശി പിടിക്കാറുണ്ട്. ചിലപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അവരത് ഉപേക്ഷിക്കും. അത്തരത്തിലൊരു കുട്ടികൾ ഉണ്ടാവും. അതിനുള്ള കാരണമാണ് പൊസസീവ്നെസ്. അത്തരം കുട്ടികളിൽ പൊസസീവ്നെസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കുട്ടികൾ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആണ്. അഡൾട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ചില പാരൻസ് എല്ലാ കാര്യങ്ങളും ഒരു കുട്ടിയുടെ എല്ലാ കാര്യവും അഡൾട്ടാണ് ചെയ്തു കൊടുക്കുക. അതായത് കുട്ടിയെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കില്ല. ഈവൻ ഒരു കർച്ചീഫ് തുടയ്ക്കാൻ അല്ലെങ്കിൽ സ്വന്തം പ്ലേറ്റ് കഴുകി വെക്കാനൊക്കെ പാരൻസ് ആയിരിക്കും സഹായിക്കുന്നുണ്ടാവുക. പക്ഷെ അത്തരം കുട്ടികളിൽ എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു കുട്ടി വിചാരിക്കും ഞാൻ ഒന്നിനും കൊള്ളാത്ത ആളാണോ എന്നുള്ള സ്വന്തമായിട്ട് ചിന്തിക്കും ചില കുട്ടികൾ. അപ്പോൾ പാരൻസ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അപ്പോൾ കുട്ടികളുടെ ഡെവലപ്മെന്റിന് അവിടെ ഒരു തടസ്സം ഉണ്ടാവുന്നു. അപ്പോൾ അത്തരത്തിലുള്ളതിനാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ചില കാര്യങ്ങളിൽ കുട്ടികൾ വളരെയധികം പേടിക്കുന്നുണ്ട്. കാരണം അഡൾട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അഡൾട്ട് പല പ്രേതകഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അതായത് പേടിച്ചുകൊണ്ട് കുട്ടി ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ദോഷകരമായിട്ട് ബാധിക്കും. കാരണം വലുതാവുമ്പോഴും അവൻ ചിലപ്പോൾ ഇരുട്ടിനെ കണ്ടാ പേടിക്കും, നിഴല് കണ്ടാ പേടിക്കും. അങ്ങനെയുള്ള ഒരു സ്വഭാവം കുട്ടിയിൽ പിന്നീട് വരുന്നുണ്ട്. അതും ഈ ഒരു ഡീവിയേഷന് കാരണമാകുന്നുണ്ട്. ചില കുട്ടികൾ നുണ പറയും. കാരണം റിയാക്ഷൻസ്, അതായത് പാരൻസ് എന്തായിരിക്കും, പാരൻസ് തല്ലോ ഇല്ലെങ്കിൽ വഴക്ക് പറയോ എന്ന് പറഞ്ഞിട്ട് ചില കുട്ടികൾ നുണ പറയും. എന്തെങ്കിലും ഒരു കാര്യത്തിന് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എടുത്തിട്ടില്ല, അതായത് പാരൻസ് തല്ലും എന്നുള്ള ഒരു അർത്ഥത്തിൽ കുട്ടി നുണ പറയുന്നു. അങ്ങനെ ലൈസ് കുട്ടികളിൽ ഡീവിയേഷൻ സംഭവിക്കാനായിട്ട് ലൈസ് 2 തരത്തിലുണ്ട്, 4 തരത്തിലുണ്ട്. അതായത് ചിൽഡ്രൻസ് എന്ന് പറയുന്നത് ചില കുട്ടികൾ മറ്റുള്ളവർക്കൊരു ദോഷകരമാവരുതേ എന്ന് കരുതിയിട്ട് ചില കുട്ടികൾ നുണ പറയുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികളിൽ സോഷ്യൽ ലൈസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഡൾട്ടിന്റെ റിയാക്ഷൻ പേടിച്ചുകൊണ്ട് ചില കുട്ടികൾ നുണ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില കുട്ടികൾ ഫാന്റസി വേൾഡിലാണ്. അപ്പോൾ ഫാന്റസി വേൾഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചില നുണകൾ പറയാറുണ്ട്. അതുപോലെ തന്നെ സ്പിരിച്വൽ ലൈസും ചില കുട്ടികൾ പറയാറുണ്ട്. അങ്ങനെ നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികൾ പല സ്വഭാവക്കാരാണ്, പല ഫാമിലിയിൽ നിന്ന് വരുന്നവരാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് അവരുടെ ഡെവലപ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു മിസ്. കംപ്ലീറ്റ് ചെയ്തോടാ ശരണ്യ? മിസ് കഴിഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ എഴുതിയ മിസ്സേ. ഓക്കെ, ഞാൻ കുറച്ചും കൂടി ഉണ്ടെന്ന്. ഓക്കേടാ, വളരെ മനോഹരായിരുന്നു കേട്ടോ. താങ്ക് യു. ഓക്കേടാ. ഇന്ന് നമ്മുടെ എന്താണ് നോർമലൈസേഷൻ ഡീവിയേഷൻ ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ആർക്കൊക്കെയാണ് ഈ കുട്ടികൾ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു പറഞ്ഞില്ലേ, അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ ട്രെയിനിങ്ങിന് പോയ ടൈമില് അവിടെ ഒരു കൊച്ചു മാത്രം 3.25 വയസ്സ്, അതായത് 4 വയസ്സായപ്പോഴത്തേക്കും അതിനെ കൊണ്ടുവന്ന് ചേർത്തായിരുന്നു KG-യിലേക്ക്. അപ്പൊ അമ്മയും അച്ഛനും ജോലിക്ക് പോണോണ്ട് കൊച്ചു വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് കൊണ്ടുവന്ന് ചേർത്താ നേരത്തെ. അപ്പൊ ആ കൊച്ചിന് 4 വയസ്സാവുന്നു. മറ്റേ വേറെ ഒരു കൊച്ചുണ്ട് മൂത്തത്, അതായത് ആ കൊച്ചിന് 5.5 വയസ്സ്. അടുത്ത വർഷത്തേക്ക് 1ാം ക്ലാസ്സിലേക്ക് കയറ്റാൻ പാകത്തിനുള്ളത്. അപ്പൊ എൻ്റെ കയ്യിൽ നല്ല കട്ട പിങ്ക് കളർ ഒരു പേന ഉണ്ടായിരുന്നു. അവിടുത്തെ ടീച്ചറെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാ. അവിടെ നേരത്തെ പഠിപ്പിച്ചു ടീച്ചർ. എന്നിട്ട് ആ പേന ടേബിളിൽ ഇരിക്കുന്ന കണ്ടോണ്ട് ഈ കുഞ്ഞു കൊച്ചു 4 വയസ്സുള്ള അവൻ വന്ന് ആ പേന എടുത്തോണ്ട് പോയി. അപ്പൊ ഞാൻ കണ്ടു, പക്ഷെ ഞാൻ മിണ്ടിയില്ല. കുറച്ച് കഴിയുമ്പോ കുടുംബം വയ്ക്കുമെന്ന് എനിക്കറിയാവുന്നത് ഞാൻ മിണ്ടിയില്ല കേട്ടോ. എന്നിട്ട് ആ വലിയ കൊച്ചു 5 വയസ്സുള്ള കൊച്ചു അവന്റെ അടുത്ത് എന്നിട്ട് പറയുവാണ്, എടാ നീ അത് എടുത്തോണ്ട് പോകല്ലേ, അത് ടീച്ചറിന്റെയാണ്, ടീച്ചറിന് വിഷമാവും. അതായത് ആ കൊച്ചിന് സങ്കടം ആവാത്ത രീതിയിൽ കൂട്ടുകാരെ അത് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ആ കൊച്ചു അത് കുടുംബം വെച്ച് എന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ എന്നിട്ട് പറയാം, ടീച്ചറിന് വിഷമായോ, ഞാൻ അറിയാതെ എടുത്തോണ്ട് പോയതാ, എനിക്ക് ഈ കളറ് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാനൊരു പിങ്ക് കളർ പെൻസില് കൊച്ചിന് വാങ്ങിച്ചു കൊടുത്തു. മനസ്സിലാക്കി തിരിച്ചല്ലോ. മാത്രമല്ലാത്ത എല്ലാവർക്കും ഒരേ കളർ പെൻസിൽ ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം പോയിപ്പോ വാങ്ങിച്ചോണ്ടേ കൊടുത്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. സൈൻ ഔട്ട് ആരാ പറയുന്നേ?
ഞാൻ തന്നെ പറയട്ടെ മിസ്സേ. ഗൗരി പറഞ്ഞോടാ. താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ക്ലാസ് ഓഫ് അവർ അപർണ മാം. ഞാൻ പറയട്ടെ, എനിക്ക് അപർണ മാമിന്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ടീച്ചറിന്റെ ക്ലാസ് ആണോന്ന് ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പൊ എനിക്ക് ടീച്ചറിന്റെ ക്ലാസ് വളരെ ഇഷ്ടമാണ്. പിന്നെ താങ്ക് യു ഫോർ അവർ once again I am thank you to our Abarna ma'am. Then thank you for our technical teams. Then thank you my dear friends. It's me signing off, Gauri Nandana. ഓക്കേടാ, ഞാനൊരു ഒരു കാര്യം കൂടി ആഡ് ചെയ്തോട്ടെ. ഇന്ന് ക്ലാസ് ഞാനല്ലല്ലോ എടുത്തത്. ആരൊക്കെയാ എടുത്തത്? ദീപ, ഷഹദൂന, പിന്നെ ആരാണ് എടുത്തത്? ശരണ്യ, പിന്നെ ജീന, ദീപ, ശരണ്യ, സഹദൂന. ഓക്കെ, അവർക്കൊന്ന് താങ്ക്സ് പറയോടെ ഗൗരി. പറയാലോ? ഓക്കെ. അപ്പോ thank you for our my dear friends Sahaduna, Jeena, Deepa and Sharanya for this wonderful class. Okay. ഓക്കേടാ, നിങ്ങളുടെ ക്ലാസ് 4 പേരും അതിമനോഹരമായിട്ടാണ് എടുത്തത്. എനിക്ക് വളരെ ഇഷ്ടമായി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇപ്പൊ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അതേപോലെ അടുത്ത ചാപ്റ്റർ ഏതാണ്? സൊസൈറ്റി ഓഫ് കൊഹീഷൻ. അതും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വരാം. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വരാം. എല്ലാവർക്കും അവസരമുണ്ട്. നിങ്ങൾ ആരും മാറി നിൽക്കണ്ട. കാരണം നാളെ ഒരു ദിവസം ഒരു ക്ലാസ്സിൽ പോയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഈ കാര്യങ്ങളെന്നല്ല, ഒരു ക്ലാസ് എടുക്കേണ്ടതാണ്. ആ ഫിയർ നിങ്ങളെല്ലാം മാറിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ക്ലാസ് തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വെച്ച് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ആ ഒരു മടിയും പേടിയും മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ നിങ്ങളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.